എന്താ അസുഖം? ഓ അസുഖമൊന്നുമില്ല, പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ. ഞാൻ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് വരെ വന്നിട്ടുണ്ട്, അരുന്നതി ഡ്രോപ്പ് ചെയ്യാൻ. ഇനി ഒരു ദിവസം വരുന്നുണ്ട്, വിശദമായിട്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പൊ തന്നെ പരിചയപ്പെട്ടില്ലേ. ഞാൻ വരട്ടെ. അതിന്റെ പുറകെ വിട്ടോ. Come on! Chase! ഇതൊക്കെ മതി. മലേഷ്യ ടൂറിസ്റ്റ്. സത്യം പറഞ്ഞ സോറി പറയാൻ കൂടിയാ പ്രേമിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത്. എന്തിന്? ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടമായില്ല. മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ മമ്മിയും ഡാഡിയും കണക്കാ. അതുകൊണ്ടാണല്ലോ ഞാൻ അധികം സംസാരിക്കാഞ്ഞത്. വേറൊന്നും തോന്നരുത്, ഇവളെ കുറിച്ച് വലിയ ക്യൂരിയോസിറ്റിയാ രണ്ടുപേർക്കും, അതുകൊണ്ടാ. എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. നുണഞ്ഞോണ്ടിരിക്കാതെ വേഗം കഴിക്ക്. അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോന്നതാ. സമയം തെറ്റിയ പിന്നെ പ്രഭയാന്റി എന്നെ കോമ്പൗണ്ടിൽ പോലും കയറ്റില്ല. അത്രക്ക് സ്ട്രിക്റ്റ് ആണോ അരുന്തതിന്റെ മമ്മി? മമ്മി മാത്രോ, വീട്ടിൽ നിൽക്കുന്ന സെർവന്റ് ക്ലാര വരെ സ്ട്രിക്റ്റാ. പിന്നെ കുറച്ച് കൂടുന്നുണ്ട്. ഓക്കെ, see you. വരട്ടെ. Mr. Prem Shankar, 1 minute, please. ആരാ മനസ്സിലായില്ലല്ലോ? I am Professor Ramavarma. ഡിഗ്രി ക്ലാസ്സിൽ അരുന്ധതിയുടെ പ്രൊഫസറായിരുന്നു. അതിന് SSLC കഴിഞ്ഞപ്പോൾ അരുന്ധതി പഠിത്തം നിർത്തിയല്ലോ. അയ്യോ, അത് ഞങ്ങൾ അറിഞ്ഞില്ല. You are correct. ഞാൻ ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കോച്ചിങ് കൊടുക്കുകയായിരുന്നു. മിസ്റ്റർ പ്രേം ശങ്കർ എന്ത് ചെയ്യുന്നു? ഞാൻ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജറാണ്. ഓഹോ, നിങ്ങളും അരുന്ധതിയും തമ്മിലുള്ള ബന്ധം, ഐ മീൻ എന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ്? അങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഓഫ് കോഴ്സ്. പക്ഷേ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാബ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്നറിയാൻ. അല്ലെ അസിസ്റ്റന്റ് മിസ്റ്റർ കുഞ്ചു? സത്യം പറ. Tell me who are you? I am CID ഉണ്ണികൃഷ്ണൻ BA. എന്തിന് കള്ളം പറഞ്ഞല്ല, ഒറിജിനൽ തീയടിയ. എന്നാ ഞാൻ ആരാണെന്ന് അറിയാം. അറിയാം, അവളുടെ പുറകെ മണപ്പിച്ചിറക്കുന്ന ഒരു തിണ്ടി. അല്ല, CID പ്രേം ശങ്കർ MA LLB. കൂൾ ഡൗൺ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേം ശങ്കർ. നിങ്ങൾക്ക് തന്ന അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേം ശങ്കറും അന്വേഷിക്കുന്നത്. ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ. ഒരു കേസ് അന്വേഷിക്കാൻ രണ്ടുപേരോ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിവാണ് ഇവിടെ പ്രധാനം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും. സർ, എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞു കൊള്ളണമെന്നില്ല എന്ന് തന്നെ എനിക്കും പറയാനുള്ളൂ. അരുന്ധതിയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റൂ. അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ 75% എന്റെ ഫയലിലായി കഴിഞ്ഞു. ബാക്കി 25% കണ്ടുപിടിക്കാൻ എനിക്ക് വെറും 24 മണിക്കൂറുകൾ മതി. എന്നാൽ അടുത്ത 20 മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് നിനക്ക് കാണണോ? കാണണം. വേണ്ട, ഇവിടെ വെച്ച് തർക്കം വേണ്ട. ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി. നിങ്ങൾക്ക് പോകാം. പോവാണ് സാർ. അതിന് മുമ്പ് ഒരു കാര്യം അറിഞ്ഞാൽ ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ, അല്ല ഇനി പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ? സോറി, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾ കൂടെ കൊടുത്തിട്ടുണ്ട്. വൺ മിസ്റ്റർ KU കോശി. I am CID ഉമ്മൻ കോശി MA ML ഫ്രം ഉമേനല്ലൂർ. ലാടവേഷവും കാമുക വേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശി കളയണമെന്നില്ല. ഒരു തോട്ടക്കാരന്റെ വെറും സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചുവട് വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ് ഞാൻ. ഇനി ഇത് തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളൂ സാർ. ഭീഷണി വേണ്ട. തോട്ടക്കാരന്റെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു? CID പണി ആമ്പിള്ളേര് ചെയ്യും. അതെ, ആമ്പിള്ളേര് ചെയ്യും. രണ്ടുപേരും അതിന് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേയില മേടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാം. അന്വേഷണത്തിന്റെ ക്ഷീണം തീരും. ക്ഷീണിക്കുന്ന ആരാണെന്ന് കാണാം. വരുന്നിടത്ത് വെച്ച് കാണാം. Okay, then we shall meet at the battlefield, my dear friends.
ഗുഡ് മോർണിംഗ്. ആരാ മനസ്സിലായില്ല? വെൽ ഐ എം ഉണ്ണികൃഷ്ണൻ. ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജർ മിസ്റ്റർ പ്രേംശങ്കറിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. ഓ, ഫോറിൻ കോസ്മെറ്റിക്സ് ഇമ്പോർട്ട് ചെയ്യുന്ന പീറ്റർ ആൻഡ് പീറ്റർ കോസ്മെറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ് ഞാൻ. മിസ്റ്റർ പ്രേംശങ്കർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഷാൽ ഐ ഗെറ്റ് ഇൻ? ഓ ഷുവർ. ഓ താങ്ക് യു. ഇന്ത്യയിലുള്ള സ്ത്രീകളെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് പീറ്റർ ആൻഡ് പീറ്റർ ഫോറിൻ കോസ്മെറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് ഇമ്പോർട്ട് ചെയ്യുന്ന പർട്ടിക്കുലർ ഐറ്റംസ് ആണ് ഇതൊക്കെ. നോക്കിക്കോളൂ. റോസ്, ജാസ്മിൻ, പിച്ചി, ലില്ലി, മുല്ല, ചെമ്പകം, തെറ്റി, മന്ദാരം, തുളസി, അങ്ങനെ എല്ലാ വിധത്തിലുള്ള പൂക്കളുടെയും മണം ഒരു പ്രത്യേക അനുപാതത്തിൽ അടങ്ങിയ ഒന്നാന്തരം സ്പ്രേകളാണ് ഇതൊക്കെ. മണപ്പിച്ചു നോക്കൂ. CD ഇല്ലേ? സിഐഡിയോ? അല്ല, CD ക്രിസ്ത്യൻ ഡയർ. ഓ നോക്കട്ടെ, ഇപ്പോഴുണ്ടാവില്ല, പക്ഷെ നാളെ എത്തിക്കാം. എന്താ എന്റെ വില? അയ്യോ, വില ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമേ അല്ല. പക്ഷെ സിസ്റ്റർ ആയതുകൊണ്ട് ഒരു 250 തന്നാ മതി. മണം കുഴപ്പമില്ല, പക്ഷെ വില കുഴപ്പം. നല്ല സാധനങ്ങൾക്ക് എപ്പോഴും വില കൂടുതലായിരിക്കും സിസ്റ്റർ. വെൽ, ഈ ക്രീം എടുത്തോളൂ. ക്ലിയോപാട്ര ഉപയോഗിച്ചിരുന്ന ക്രീമാണിത്. അയ്യോ, അവരുപയോഗിക്കേണ്ട ബാക്കിയൊന്നും എനിക്കണ്ട. മാഡത്തിന് എന്താ വേണ്ടത്? ലിപ്സ്റ്റിക്, മസ്കാര, ചാന്ത്, പൊട്ട്, കൺമഷി, എനിത്തിങ്? അതൊക്കെ ഇവിടെ ഉണ്ട്. ഷാമ്പു ഉണ്ടോ? ഉണ്ടല്ലോ. സിഗരറ്റ്, ഷാമ്പു എടുത്ത് പെട്ടിയിൽ വെക്കാൻ മറന്നുപോയി. മുടിയുടെ നൈസർഗീയത നിലനിർത്തുന്ന, ഒറ്റ മുടി പോലും അനാവശ്യമായി കൊഴിയാതെ, തലയ്ക്ക് മകരമാസത്തെ കോച്ചിന്റെ മഞ്ഞിന്റെ തണുപ്പ് നിൽക്കുന്ന ഒരു പ്രത്യേകതരം ഷാമ്പു പീറ്റർ ആൻഡ് പീറ്റർ കമ്പനി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിസ് അരുതയ്ക്ക് വേണ്ടി അത് ഞാൻ നാളെ തന്നെ എത്തിക്കാം. അതും ക്ലിയോപാട്ര ഉപയോഗിച്ചതാണോ? Yes. ചേട്ടനെ പറ്റി ഒന്നാന്തരം ബ്ലേഡ് ഉണ്ട്, എടുക്കട്ടോ? അയ്യോ വേണ്ട, അല്ലാതെ എന്റെ മുറിയുന്നുണ്ട് ഈ വാചകം കേട്ടിട്ട്. എന്നാ സോപ്പ് എടുക്കാം, തൊലിക്കെട്ടിയുള്ളവർക്ക് തേക്കാൻ പറ്റിയതാ. എനിക്ക് സോപ്പ് കഴിക്കുന്ന ശീലമില്ല. താൻ പെണ്ണുങ്ങളെ സോപ്പിട്ട് മയക്കാൻ എടുത്തോണ്ട് പോടോ. ഉമ്മച്ചാ, എന്റെ പൊന്നു കുഞ്ഞെ, ഇതൊക്കെ കുന്നംകുളത്തും ചാവക്കാട്ടും കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാ. അതെ, ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒക്കെ ഞാൻ കൊണ്ട്. പൊന്നെടുക്കുന്നിടത്ത് പൂച്ചക്ക് എന്തുവാ കാര്യം? എന്റെ ഫ്രണ്ട് പ്രേംശങ്കർ പറഞ്ഞു വെച്ചിട്ടാ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ വന്നത്. അതെയോ? നമസ്കാരം. എന്റെ പൊന്നു കുഞ്ഞെ, ഇക്കാലത്ത് ഒരുത്തനെയും വിശ്വസിച്ചൂടാ. വേഷം മാറിയ ഇപ്പൊ മോഷണം. ലാട വേഷത്തിൽ വന്നവൻ തന്നെ ഏജന്റ് ആയിട്ട് വന്നുകൂടുന്നില്ല. ദുഃഖിച്ചാ സൂക്ഷിക്കണ്ട. സൂക്ഷിച്ചാ ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? സാമർത്ഥ്യം കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ആള് പാവാ. മോക്ക് എന്താ വേണ്ടെന്ന് വെച്ച് വാങ്ങിക്ക്. ഡാഡി വന്ന് കണ്ടാ പിന്നെ ഇന്നത്തേക്ക് ഇത് മതി. ക്ലാരിക്ക് കിച്ചണി പണിയൊന്നും ഞാൻ പോവാ. കുഞ്ഞിന്റെ കാശ് കൂടെ കൊടുത്തേക്കണേ. തരും തരും. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇതൊന്നും എനിക്ക് വേണ്ട. പ്രേംശങ്കർ പറഞ്ഞു വെച്ച സ്ഥിതിക്ക് ഷാമ്പു കൊണ്ടുവാ, ഞാൻ വാങ്ങിച്ചോളാം. ഓക്കെ. പിന്നെ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. പ്രേംശങ്കറുമായിട്ട് എങ്ങനെ? ഐ മീൻ, ഏത് തരം റിലേഷൻഷിപ്പ്? ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ. പരിചയപ്പെട്ടിടത്തോളം നല്ലൊരു സുഹൃത്താണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലോ ഞാൻ അറിഞ്ഞത്. നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയല്ലേ അവൻ എന്നോട് പറഞ്ഞത്. അല്ല, അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായ സംഗതി പുകയാണെന്ന്. ഈ സംഭവം ആയിത്തല്ല കേട്ടോ. ഒരു പെൺകുട്ടിയുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി, ഉടനെ അവൻ പറയും ഞാൻ ആ കുട്ടിയായിട്ട് പ്രേമത്തിലാണ് കല്യാണം കഴിക്കാൻ പോവാന്നൊക്കെ. അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇക്കാര്യം അവനോട് ചോദിക്കാനൊന്നും പോണ്ട കേട്ടോ. ചോദിച്ചാൽ ഞാൻ അവന്റെ ഫ്രണ്ടേ അല്ലെന്ന് ബ്ലൈൻഡ് ആയിട്ടങ്ങ് പറഞ്ഞു കളയും. അതാ ടൈപ്പ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കൂടുതൽ രഹസ്യങ്ങളൊന്നും അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? എന്ത് രഹസ്യം? അല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പല സ്വകാര്യതകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വല്ലതും? സ്വകാര്യങ്ങൾ പങ്കുവെക്കത്തക്ക ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ലല്ലോ. ഓക്കെ, സമാധാനായി. എന്നാ ഇറങ്ങട്ടെ, നാളെ വരാം.